സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 35 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി CM ലീമയ്ക്ക് ബാങ്ക് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച CM ലീമ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. 35 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമുള്ള ലീമയുടെ വിരമിക്കൽ ചടങ്ങ് സൗത്ത് കൊണ്ടാഴി ശ്രീ സ്ക്വയറിലാണ് സംഘടിപ്പിച്ചത്. തോന്നൂർക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വേണുഗോപാല മേനോൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷമാണ് ലീമ ഇവിടെ ജീവനക്കാരിയായി വന്നത്. ഈ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ബാങ്കിൻ്റെ പ്രവർത്തനമായി ചുരുങ്ങിയത് ഒരു 50 വർഷത്തെ പരിചയം ഉണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരമായി പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ പല നിലയ്ക്കും ഇടപെടേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ജില്ലാ ബാങ്കിൽ നിന്ന് വായ്പയും ഒക്കെ ധാരാളമായി ലഭിക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും അതിനെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് അതാത് കാലത്ത്. അതൊക്കെ സ്വാഭാവികമാണ്. അത് ആരുടെയും മനഃപൂർവ്വമായിട്ടുള്ള ഒന്നുമല്ല. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അന്ന് ബഹുമാന്യമായിട്ടുള്ള ശ്രീ BAM മേനോൻ ആണ് പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ഒരു മികച്ച സഹകാരിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. അയ്യാവു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വളരെ ചെറുപ്പകാലത്ത് 35 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറുപ്പകാലത്ത് വന്ന ഈ ബാങ്കിലെ ക്ലർക്കായി, അതിന് ശേഷം സെക്രട്ടറിയായി ഒരുപാട് ബാങ്ക് കൊണ്ടുനടക്കണമെങ്കിൽ, സാമ്പത്തിക സ്ഥാപനങ്ങൾ കൊണ്ടുനടക്കണമെങ്കിൽ രാവിലെ 10 മണിക്ക് തോന്നാൽ 5 മണി വരെ അവരുടെ ടെൻഷൻ, വലിയ ടെൻഷനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ 35 കൊല്ലക്കാലം അവർക്ക് കൊണ്ടുനടന്നത്. വലിയ ഉത്തരവാദിത്തം നിസ്സാരകാര്യമല്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് എല്ലാവരും ചെയ്തുകൊണ്ട് വേണം ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ആനുകാലിക സംഭവവികാസങ്ങൾ, കരൂരിനെ പോലെയുള്ള ബാങ്കുകളിലൊക്കെ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹം പൊതുവെ സഹകരണ മേഖലകളെ, ആ ബാങ്കുകളെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം കൂടിയാണിപ്പോൾ. അപ്പോൾ തീർച്ചയായും അത് ഈ ബാങ്കിനോടും ആ ഉദ്യോഗസ്ഥരോടുള്ള വിശ്വാസം പലപ്പോഴും ആ ഉദ്യോഗസ്ഥർ മുഖേനയാണ് അവരെ ബന്ധുക്കളായി, സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് പലപ്പോഴും നിക്ഷേപങ്ങളൊക്കെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് റിസ്ക് കൂടും അല്ലേ? തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥർക്ക് എൻ്റെ കുടുംബക്കാരുടെ, എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെയാണ്, എൻ്റെ അയൽവാസികളുടെയൊക്കെയാണ് പണം ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഒന്നും കൂടി കൂടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തായാലും സെക്രട്ടറി ആയി വിരമിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. അപ്പോൾ തീർച്ചയായും വീട്ടിൽ ചെന്നാൽ നമ്മൾ ഭൂരിഭാഗം സമയം ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ബാങ്കർ പറഞ്ഞ പലപ്പോഴും 5 മണിക്ക് പോകാൻ ചിലപ്പോൾ കഴിയില്ല. അത് കഴിയുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നില്ല 6 മണി 7 മണി. അപ്പോൾ ഒരു ദിവസത്തിലെ മുഴുവൻ സമയം, അതായത് ആ മുഴുവൻ സമയം ചെലവഴിക്കുന്നത് ബാങ്കിലാണ്.
സുബേദാർ ND തോമസ്, R രാഹുൽ, ശിവദാസൻ, സന്തോഷ് ചെറിയാൻ, KK സിദ്ധാർത്ഥൻ, ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങി സഹകരണ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. മേനോൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെൻറ് നഴ്സറി സ്കൂളിലെ അധ്യാപികയായിരുന്നു സെക്രട്ടറിയുടെ മാതാവായ മേരി ടീച്ചർ. ആ മേരി ടീച്ചർ അധ്യാപികയായിരുന്ന ഗവൺമെൻറ് നഴ്സറി സ്കൂളിൽ അറിവിൻ്റെ ആദ്യ അക്ഷരം അവിടെ നിന്നാണ്, മേരി ടീച്ചറിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്ന ഞാൻ ആദ്യമായി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. PM പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ആ ഭരണസമിതിയിലാണ് ഞാൻ അവിടെ ഭരണസമിതി അംഗമാകുന്നത്. അങ്ങനെ 20 വർഷക്കാലം ബാങ്കിൻ്റെ ഭരണസമിതി അംഗവും പ്രസിഡന്റുമായും ഒക്കെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ഒരു ചെറിയ ഭാഗ്യവും അവസരം ലഭിച്ച ഒരു സഹകാരി എന്ന നിലയ്ക്ക് ശ്രീമതി ലീമയുടെ പ്രവർത്തനങ്ങൾ വളരെ സഹകരണ മേഖലയോട് അവർ കാണിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വവും ചുമതലയുമൊക്കെ കൃത്യമായ രീതിയിൽ അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് പ്രതിനിധികളും ലീമയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് CM ലീമ മറുപടി പ്രസംഗം നടത്തി. ദുഃഖമുണ്ട്. അതിനെനിക്ക് എൻ്റെ പണികൾ ഞാൻ മാക്സിമം ആത്മാർത്ഥതയാണ് ചെയ്തതെന്ന് വിളിക്കുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളും എനിക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് എന്നോടൊപ്പം സഹകരിച്ച ജീവനക്കാരെ, അവരുടെ സഹകരണം, എൻ്റെ ഒപ്പം നിന്ന ഭരണസമിതി അംഗങ്ങൾ, അവരുടെ സഹകരണം മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഏത് പ്രതിസന്ധികളും എൻ്റെ കൂടെ നിന്ന ജീവനക്കാർ, ഭരണസമിതി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അവരോട് പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ എന്നെ ആക്കിയ എൻ്റെ അപ്പനമ്മ, അതിൽ അമ്മയാണ് എന്നെ കഴിപ്പിച്ച് ബാങ്കിലേക്ക് എത്തിച്ചത്. എന്നെ ഈ എല്ലാ വർക്കിനും എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ ഫാമിലി, അവരോടൊക്കെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. എന്നെ ഇതുവരെ എത്തിച്ച ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇതിൽ സംബന്ധിച്ചതിന് നന്ദി പറയുന്നു. CCV ന്യൂസ് കൊണ്ടാഴി.